കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ അവരുടെ മുമ്പിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു. യേശുവിന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി കാണപ്പെട്ടു. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. പിതാവായ ദൈവം സംസാരിക്കുകയായിരുന്നു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം യേശു നൽകുകയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും കുരിശിനാൽ നമുക്ക് വിജയം നൽകുകയും ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകുകയും അവിടുത്തെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ഓടിമറയുന്നു. സ്നേഹമുള്ളവരെ, ഇതെല്ലാം യേശുവിന്റെ വാക്കുകൾ കേട്ട് അവിടുത്തെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് പറയുന്നു: നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയോടെ ഒരു വിശ്വാസത്തിന്റെ കരുത്ത് എടുക്കാമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അനുഗ്രഹവും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തും. മാർത്തായോട് യേശു പറഞ്ഞു: മാർത്ത, മാർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ ദർശിക്കും. മാർത്ത വിശ്വസിച്ചത് കാരണം ദൈവത്തിന്റെ മഹത്വം അവൾ ദർശിക്കുകയാണ്. ചീഞ്ഞളിഞ്ഞ 4 ദിവസമായ അവളുടെ സഹോദരൻ ലാസറിന്റെ ശരീരം യേശുവിന്റെ ശക്തിയാൽ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു വന്നു. ഇന്ന് യേശുവിന്റെ സ്വരം ശ്രവിക്കുന്ന നിങ്ങളോട് യേശു പറയുകയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അവിടുത്തെ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ, വിശ്വസിക്കാമെങ്കിൽ നമുക്കൊരു വിജയമുണ്ട്, നമുക്കൊരു സൗഖ്യമുണ്ട്, നമുക്കൊരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ തകർച്ചകൾ മാറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു എന്റെ രോഗങ്ങൾ മാറ്റുമെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു നമ്മുടെ സാമ്പത്തിക കടഭാരങ്ങൾ മാറ്റുവാൻ ശക്തനാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തിൽ സമാധാനം നൽകുമെന്ന് വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. അവിടുന്ന് പറയുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കൊരു വിശ്വാസത്തിന്റെ കരുത്തെടുക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നും അസാധ്യമായി എനിക്കില്ല, എനിക്കൊരു വിജയമുണ്ട് എന്ന് നമുക്ക് വിളിച്ചു പറയാം. അത് യേശുക്രിസ്തുവിലുള്ള വിജയമാണ്. പ്രതികൂലങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. നമ്മുടെ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞ് നമുക്ക് പാടാം. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ആമേൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്ന് നമ്മൾ ഭയപ്പെടേണ്ട, നമുക്കൊരു വിജയമുണ്ടെന്ന് പ്രഖ്യാപിക്കാം. നമ്മുടെ രോഗത്തിന്റെ മേൽ ഒരു വിജയം, കടഭാരങ്ങളുടെ മേൽ ഒരു വിജയം, പ്രതികൂലങ്ങളുടെ മേൽ നമുക്കൊരു വിജയമുണ്ട്, തകർച്ചകളുടെ മേൽ നമുക്കൊരു വിജയമുണ്ട്, അസമാധാനത്തിന്റെ മേൽ നമുക്കൊരു വിജയമുണ്ട്.
അന്ധകാര ശക്തികളുടെ മേൽ എനിക്ക് വിജയമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാടാം. ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആമേൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ശാപത്തിനോ പാപത്തിനോ എന്റെ മേൽ ഒരു അധികാരവും ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്താൽ എനിക്ക് വിടുതൽ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുക. ലൂക്ക 10:19 പ്രകാരം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാനുള്ള അധികാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. അതുകൊണ്ട് അധികാരത്തോടെ പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആമേൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. നമ്മുടെ കടഭാരങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട, പ്രതികൂലങ്ങൾ ഓർത്ത് കരയാതെ തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അധികാരത്തോടെ നമുക്ക് കൽപ്പിക്കാം, പ്രതികൂല സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ. എന്റെ കർത്താവ് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാലുമ്പുലുകൾ ഒടിക്കുകയും ചെയ്യും. ഭാരങ്ങളോർത്തിനി കരയുകില്ല, ആകുല ചിന്തയാൽ നിറയുകില്ല. ആമേൻ. ഭാരങ്ങളോർത്തിനി കരയുകില്ല. ഹല്ലേലൂയ. സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകയില്ല. പിന്മാറും ഓ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകും. എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് മാറട്ടെ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഇന്ന് ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പരിശുദ്ധാത്മാവ് സകല പ്രതികൂല സാഹചര്യങ്ങളും എടുത്തു മാറ്റട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.